ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വ്യത്യസ്തമായൊരു റൈസ് കൊണ്ട് ഉള്ള ഭക്ഷണം ഉണ്ടാക്കാം. ഇതാണ് ചാമരി. ചാമരി കൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടും ഈവനിങ് ഭക്ഷണമായിട്ടും എല്ലാം കഴിക്കാം. ഇതിൽ ധാരാളം ഫൈബറും പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് ഷുഗർ നിയന്ത്രിക്കുന്നതിന് സഹായിക്കും. ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതാണ്. ഇതിനു വേണ്ടി ഞാൻ ഒരു 1.5 സവാള ഒരു കുക്കർ സ്റ്റവിൽ വെച്ച് കൊടുത്തത് ചൂടായപ്പോൾ 1.5 സവാള അരിഞ്ഞത് എണ്ണയും നെയ്യും വെച്ച് അതിലേക്ക് ഇട്ട് കൊടുത്ത് ബ്രൗൺ കളറായപ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ച് ഒരു ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റിനുള്ള ഗുണങ്ങളും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ അതിലേക്ക് ആവശ്യമായ കല്ലുപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ചാമ റൈസ് കഴുകി വൃത്തിയാക്കി എടുത്തത് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി ഒരു വിസില് അടുപ്പിക്കാം. വിസിലടുപ്പിക്കണമെന്നില്ല, സിമ്മിലിട്ട് വേവിച്ചാൽ അത് നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടും. വിസിലടുപ്പിച്ചാൽ അത് കുറച്ച് ലൂസായിട്ടാണ് കിട്ടുക. ഞങ്ങൾക്ക് ലൂസായിട്ടുള്ള ഇതാണ് ഇഷ്ടം കൊണ്ട് ഞാൻ ഒരു വിസിലടുപ്പിച്ചിട്ടുണ്ട്. ഇനി ബാക്കി വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കാം. ഒരു വിസിലടുപ്പിച്ച് വിസിൽ പോയി തുറന്നപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിരുന്നു. ഞാൻ അതുകൊണ്ട് കുറച്ച് ലൂസായി കിടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ ലൂസാവുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ വിസിലടുപ്പിച്ചത്. ഫ്രൈ ആയിട്ട് കിട്ടുന്നത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ വേവിച്ചെടുക്കാം. അത് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ലേശം അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഇട്ട് കൊടുക്കുക. അതിനായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ടീസ്പൂൺ നെയ്യ് അതിലേക്ക് ഇട്ട് കൊടുത്ത് 5-6 അണ്ടിപ്പരിപ്പും അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചുമന്ന് വരുമ്പോൾ ഇനി അതിലേക്ക് ഉണക്കമുന്തിരി കഴുകി വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അത് പൊങ്ങി വരുമ്പോൾ നമുക്ക് ആ വെന്ത ചാമ റൈസിലേക്ക് ചേർത്ത് ഇളക്കി നല്ല ടേസ്റ്റിയായ ഫുഡ് ആയിട്ട് കഴിക്കാം. വേണമെന്നുള്ളവർക്ക് അതിൽ ഏലക്കയും ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാനതൊന്നും ഇന്നിട്ടിട്ടില്ല, ഇത് മാത്രം നെയ്യും ഇത് മാത്രമാണ് ഇട്ടത്. എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ എന്തൊക്കെ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു, അതിനായി പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഒരു വീഡിയോയുമായി വരും വരെ ഗുഡ് ബൈ.